Subscribe now. നമസ്കാരം, എല്ലാവർക്കും PSC വാർഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇതുവരെയുള്ള രാഷ്ട്രപതിമാരുടെ വിവരങ്ങളാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുതൽ ദ്രൗപദി മുർമു വരെ 15 പേരാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കാലാവധി 26/1/1950 മുതൽ 13/5/1962 വരെ. ആദ്യത്തെ രാഷ്ട്രപതി. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ രാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തിരുന്നതിനാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 മുതൽ രാഷ്ട്രത്തലവൻ. രാജ്യത്തെ ആദ്യ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലൂടെ 1952 അധികാരത്തിലെത്തി. 1957 തിരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രപ്രതിസ്ഥാനം ഏറ്റവും കൂടുതൽ കാലം, അതായത് 12 വർഷം 3.5 മാസം വഹിച്ചു. 2 തവണ പദവിയിലെത്തിയ ഏകയാൾ. രണ്ടാമത് ഡോക്ടർ S രാധാകൃഷ്ണൻ. 13/5/1962 മുതൽ 13/5/1967 വരെ. തത്വചിന്തകൻ, ഗ്രന്ഥകാരൻ, അധ്യാപകൻ. രാജ്യത്തെ ആദ്യ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനും. അദ്ദേഹത്തിന്റെ ജന്മദിനം സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. മൂന്നാമത്തേത് ഡോക്ടർ സക്കീർ ഹുസൈൻ. 13/5/1967 മുതൽ 3/5/1969 വരെ. ഏറ്റവും കുറഞ്ഞ കാലം രാഷ്ട്രപതി. അധികാരത്തിലിരിക്കെ മരിച്ച ആദ്യ രാഷ്ട്രപതി. അധ്യാപകൻ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്നീ നിലകളിലും പ്രശസ്തനാണ്. ഡൽഹി ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപകരിൽ ഒരാൾ. ഗവർണർ, ഉപരാഷ്ട്രപതി പദവികൾ വഹിച്ചു. 1962 മുതൽ 1967 വരെ ഉപരാഷ്ട്രപതിയായിരുന്നു. 4. VV ഗിരി. 24/8/1969 മുതൽ 24/8/1974 വരെ. കേരളത്തിൽ ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി. 1967 മുതൽ 1969 വരെ ഉപരാഷ്ട്രപതി. കേന്ദ്രമന്ത്രിയായിരുന്നു. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ വിജയം. സക്കീർ ഹുസൈൻ്റെ വേർപാടിനെ തുടർന്ന് ആക്ടിംഗ് പ്രസിഡന്റായിരുന്നു. 5. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 24/8/1974 മുതൽ 11/2/1977 വരെ. അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതി. കേന്ദ്രമന്ത്രിയും അസമിൽ മന്ത്രിയുമായിരുന്നു. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി. നീലം സഞ്ജീവ റെഡ്ഡി. 25/7/1977 മുതൽ 25/7/1982 വരെ. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് രാഷ്ട്രപതിയായ ഏക വ്യക്തി. ദ്രൗപദി മുർമു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ 64 വയസ്സ് രാഷ്ട്രപതിയായി. 7. ഗ്യാനി സെയിൽ സിംഗ്. 25/7/1982 മുതൽ 25/7/1987 വരെ. പഞ്ചാബ് മുഖ്യമന്ത്രി. 1980 ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനങ്ങൾ വഹിച്ചു. രാജീവ് ഗാന്ധി മന്ത്രിസഭയെ അംഗീകരിച്ച തപാൽ ബിൽ തിരികെ അയച്ചത് ഏറെ വിവാദം സൃഷ്ടിച്ചു. 8. R വെങ്കട്ടരാമൻ. 25/7/1987 മുതൽ 25/7/1992 വരെ. 1984 മുതൽ 87 വരെ ഉപരാഷ്ട്രപതി. കേന്ദ്രമന്ത്രി, തമിഴ്നാട്ടിൽ മന്ത്രി പദവികൾ വഹിച്ചു. UN അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനായി. മലയാളിയായ VR കൃഷ്ണയ്യരെയാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. ചൈന സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി. അദ്ദേഹം രചിച്ച മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന പുസ്തകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 9. ശങ്കർ ദയാൽ ശർമ്മ. 25/7/1992 മുതൽ 25/7/1997 വരെ. 1987 മുതൽ 1992 വരെ ഉപരാഷ്ട്രപതി. ഭോപ്പാൽ സംസ്ഥാനത്ത്, അതായത് പിൽക്കാലത്ത് മധ്യപ്രദേശ്. 1952 മുതൽ 4 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. വിവിധ കേന്ദ്രമന്ത്രിസഭകളിൽ വിദ്യാഭ്യാസം, നിയമം, വ്യവസായം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ആന്ധ്ര, പഞ്ചാബ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഗവർണർ. 10.
KR നാരായണൻ 25/7/1997 മുതൽ 25/7/2002 വരെ. ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി പദവികൾ വഹിച്ച ആദ്യ മലയാളി. കോട്ടയം ജില്ലയിലെ ഉഴവൂരിനടുത്താണ് ജനനം. 1992 മുതൽ 97 വരെ ഉപരാഷ്ട്രപതിയായി. ദളിത് വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ നേതാവ്. അധ്യാപകൻ, പത്രപ്രവർത്തകൻ, നയതന്ത്രജ്ഞൻ, വൈസ് ചാൻസലർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. വിദേശകാര്യ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. കേന്ദ്രമന്ത്രി പദവിയും വഹിച്ചു. 11. ഡോക്ടർ APJ അബ്ദുൽ കലാം 25/7/2002 മുതൽ 25/7/2007 വരെ. മികച്ച അധ്യാപകനും ശാസ്ത്രജ്ഞനും. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്നു. അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലുകളുടെ മുഖ്യ ശില്പി. DRDO ഡയറക്ടർ, ഇൻ്റഗ്രേറ്റഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് തലവൻ, പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. വിങ്സ് ഓഫ് ഫയർ, ദ ലൈഫ് ട്രീ, കവിതകൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. 12. പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ 25/7/2007 മുതൽ 25/7/2012 വരെ. രാജ്യത്തെ പ്രഥമ വനിതാ രാഷ്ട്രപതി. മഹാരാഷ്ട്ര മന്ത്രി, പ്രതിപക്ഷ നേതാവ്, രാജസ്ഥാൻ ഗവർണർ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനങ്ങൾ വഹിച്ചു. മുൻ ഉപരാഷ്ട്രപതിയെ പരാജയപ്പെടുത്തി രാഷ്ട്രപതിയായ ഏക വ്യക്തി. 13. പ്രണബ് മുഖർജി 25/7/2012 മുതൽ 25/7/2017 വരെ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ധനമന്ത്രി. 47. ഇന്ദിരാഗാന്ധി, നരസിംഹറാവു, മൻമോഹൻ സിംഗ് മന്ത്രിസഭകളിൽ ധനം, വാണിജ്യം, പ്രതിരോധം, വിദേശകാര്യം പോലുള്ള പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു. പ്രധാനമന്ത്രിയാകാതെ 8 വർഷം ലോക്സഭാ നേതാവ് സ്ഥാനം വഹിച്ചു. 14. രാംനാഥ് കോവിന്ദ് 25/7/2017 മുതൽ 25/7/2022 വരെ. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അഭിഭാഷകനായിരുന്നു. 2 വട്ടം രാജ്യസഭാംഗം, പിന്നീട് ബീഹാർ ഗവർണർ. 15. ദ്രൗപദി മുർമു ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിതയും ആദ്യ ഗോത്രവർഗക്കാരിയുമായ ദ്രൗപദി സ്വതന്ത്ര ഇന്ത്യയുടെ അഭിമാന നേട്ടങ്ങളിൽ പുതിയ അധ്യായം രചിച്ചാണ് അത്യുന്നത പദവിയിലേക്ക് എത്തുന്നത്. കുറഞ്ഞ പ്രായത്തിൽ അധികാരത്തിലെത്തുന്ന രാഷ്ട്രപതി എന്ന റെക്കോർഡും 64-ാം വയസ്സിൽ ദ്രൗപദി സ്വന്തമാക്കുന്നു. ഒഡീഷയിൽ നിന്ന് ഈ സ്ഥാനം വഹിക്കുന്ന ആദ്യ വ്യക്തി. അപ്പം ഇതോടുകൂടി ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക്